സോ ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ ഇതുപോലെ എം ഡി ആണ്, ഒന്നുമില്ല, ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഓക്കെ, സോ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ആദ്യം നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ പേര് വേണം കോപ്പി ചെയ്യാൻ. താഴെ നിങ്ങളുടെ പേര് ഇട്ടപ്പോണ്ടായിരിക്കും, അതുപോലെ കോപ്പി ചെയ്ത് വെക്കാം. കോപ്പി ചെയ്തിട്ട് മുകളിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ന്യൂ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അവിടെ ആ പേര് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ നിങ്ങൾക്ക് ആഡ് റീഡിമി ഉള്ളത് ഓഫ് ആയിരിക്കും, അത് ഓൺ ചെയ്ത് കൊടുത്തിട്ട് ക്രിയേറ്റ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക. സോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇവിടാണ് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നേരെ നിങ്ങൾ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത് അവിടെ വരും, കണ്ടോ, വന്നിട്ടുണ്ട്. ഇനി ഇതാണ് നമുക്ക് എഡിറ്റ് ചെയ്യാം. സോ ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സൈഡിലെ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, എന്നിട്ട് ഇവിടെ ഓൾറെഡി ഉള്ളത് ഫുൾ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ തരുന്ന ആ പ്രോംപ്റ്റ് എടുത്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇത് എഡിറ്റ് ചെയ്ത് മാറ്റുക. എന്നിട്ട് മെയിനായിട്ട് നിങ്ങളുടെ ഇതുപോലെ യൂസർ നെയിം ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇവിടെ എൻ്റെ യൂസർ നെയിമാണ് കാണുന്നത്. അത് കോപ്പി ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ എൻ്റെ കാര്യം കിടക്കുന്നത് നിങ്ങളുടേതായിട്ട് മാറ്റി കൊടുക്കുക യൂസർ നെയിമൊക്കെ. എന്നിട്ട് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്ത് കമ്മിറ്റ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്ത് കമ്മിറ്റ് ചേഞ്ചസ് കൊടുത്താൽ നിങ്ങളുടെ പ്രൊഫൈലിലും ഇതുപോലെ വന്ന് കിടക്കും. ഓക്കെ, സോ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇതവിടെ വന്ന് കിടപ്പുണ്ടായിരിക്കും. നിങ്ങളുടെ പ്രൊഫൈലും ഇതുപോലെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സോ ഗ്രാഫിൽ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. സോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കും, കയറി ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ എൻ്റെ പ്രൊഫൈലായിരിക്കും ഓപ്പണായി വരുന്നത്. ഓക്കെ, സോ ഓപ്പണായി വന്നിട്ട് ആ റെപ്പോസിറ്ററി എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഫസ്റ്റ് കാണുന്ന റെപ്പോസിറ്ററി ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ പേജ് വന്നിട്ട് സൈഡിൽ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഫോർക്ക് ദിസ് റെപ്പോസിറ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കോഡ് അവിടെ കിടക്കുന്നതായിരിക്കും. ഓക്കെ, സോ സിമ്പിളായിട്ട് എടുക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കുക.